Who is the bitch? I'm the bitch, and it's me, your Samuel Jacobson. റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വ്യക്തിയാണ് ഇത് റിക്വസ്റ്റ് ചെയ്ത് ലോസ്റ്റ് ലവിനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ലോസ്റ്റ് ലവ് എന്താ വെച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ പ്രണയം. സോ ആക്ച്വലി ആ ഒരു പെർസ്പെക്റ്റീവ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡിഗ് ഇൻടു ദ വീഡിയോ ബിച്ച്. സോ ദ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്നത് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. സോ നമ്മുടെ ലോസ്റ്റ് ലവ്, നഷ്ടപ്പെട്ട പ്രണയത്തിന് സൈക്കോളജിക്കലായിട്ട് നമ്മൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രണയം പറഞ്ഞ ഒരു സംഭവം ഒരു ലഹരിയാണ്. യെസ്, ഒരു തരത്തിലുള്ളൊരു ലഹരിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് ആ ഒരു ലോസ്റ്റ് ലവ് എങ്ങനെയാണ് നമ്മൾ സൈക്കോളജിക്കലായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണേ. സോ ഈ നഷ്ടപ്പെട്ട പ്രണയം വെറും ഒരു ബ്രേക്കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളെ ഓർത്ത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ദുഃഖം, അല്ലെങ്കിൽ ഒരു ഗ്രീഫ് ഓഫ് എ ലിവിങ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയ ഒരാളെ ഓർത്ത് നഷ്ടപ്പെടുന്നതിനേക്കാളും സങ്കടമാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളെ ഓർത്ത് സങ്കടപ്പെടുന്നത്. കാരണം നമുക്ക് പറയാതെ പോയ പ്രണയം അല്ലെങ്കിൽ കിട്ടിയ ആ ഒരു പ്രണയം ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു പറയാതെ പോയ പ്രണയങ്ങളാണ്. കുറേ ആൾക്കാർക്ക് ഉണ്ടാവില്ല എങ്കിലും കുറേ പറയാതെ പോയ പ്രണയങ്ങൾ. ലൈക്ക് ഓനോട് ഇത് പറഞ്ഞാൽ ഓളോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്നോ, അല്ലെങ്കിൽ കിട്ടിയതിനോ, ലൈക്ക് അങ്ങനെ ഉള്ളിൽ വൺ സൈഡായി ലവ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ലൈക്ക് അധികം ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല പ്രപ്പോസ് ചെയ്യാനൊക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പായിട്ട് ലൈക്ക് ഫോഴ്സ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. സോ ഫോഴ്സ് ചെയ്ത് ബ്രേക്കപ്പ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ വേറെ കാസ്റ്റ് ആയിട്ട് ഒരാളെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ രണ്ടുപേര് ബ്രേക്കപ്പ് ചെയ്യിപ്പിക്കുക. ലൈക്ക് നിങ്ങൾ എടുക്കാതെ തന്നെ മറ്റുള്ളവർ ഫോഴ്സ്ഫുള്ളി ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടപ്പെട്ട പ്രണയം വല്ലാത്തൊരു തീവ്രമായിരിക്കും. കാരണം നമുക്ക് ഈ ലോകത്തൊക്കെ ഒരാളെ മാത്രമേ ജെനുവിനായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പം എത്ര പറഞ്ഞാലും ഫസ്റ്റ് ലവ് ചിലപ്പോൾ വെസ്റ്റ് ആയാലും സെക്കൻഡ് ലവ് വെസ്റ്റ് ആയാലും ലൈക്ക് നമുക്ക് ഒരാളെ മാത്രമേ ജെനുവിനായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആളെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പിന്നെ ഒരിക്കലും വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യാനില്ല. ആ ഒരാളെ വിശ്വാസം ലോയൽറ്റി എന്ന് പറഞ്ഞ സംഭവം ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ലോയൽറ്റി ഇസ് നോട്ട് എ ജോക്ക്. നമുക്ക് ഒരാളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ലോയൽറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ ലവും ലൈക്ക് ഈ സ്നേഹിച്ച വ്യക്തി മാത്രമല്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളും ആ ഒരു റിലേഷൻഷിപ്പിലായ വ്യക്തിയും തമ്മിൽ കുറേ പ്ലാൻസ് ഉണ്ടാവില്ലേ, നമുക്ക് റിലേഷൻഷിപ്പ് ഗോൾസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അങ്ങനത്തെ. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു സംഭവം വലിയത്. നമ്മൾ ഈ ഒരു ചൊല്ലില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അല്ല, ഒരു ചൊല്ലില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറഞ്ഞത്. അതുപോലെയാണ് പ്രണയം എന്നത്. ലൈക്ക് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അയാളുടെ അടുത്ത് എത്ര ഇതിൽ ക്രൂരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് അയാളുടെ ഒരു വില, അല്ലെങ്കിൽ ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര നമുക്ക് ഇതുണ്ടാവും നമുക്ക് മനസ്സിലാവും. ചില സമയത്ത് നമുക്ക് തോന്നും ആളോട് സംസാരിച്ചാൽ മതി, പക്ഷെ സംസാരിക്കാൻ നമ്മളെ മനസ്സൊട്ടും അനുവദിക്കൂല. കാരണം ആളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പറയാതെ പോയ എത്ര പ്രണയങ്ങൾ, അങ്ങനെ പറഞ്ഞു തീർന്ന് റിജക്റ്റ് ചെയ്ത എത്ര പ്രണയങ്ങൾ, കുറേ പ്രണയങ്ങൾ, ഒരു ക്ലോഷറിൽ പോലും എത്താൻ പറ്റാത്ത പ്രണയങ്ങൾ, ചിലപ്പോൾ നഷ്ടപ്പെട്ട പ്രണയം. ലൈക്ക് ഈ ലോകത്ത് ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ആൾ കാണാൻ പോലും തൻ്റെ ഇടയില്ലാത്ത ലൈക്ക് ആ ഒരു പ്രണയം എന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല. നമ്മൾ എപ്പോഴും ചില ആൾക്കാർ പറയും ഒരാൾ ജെനുവിനായിട്ട് ഒരിക്കലും സ്നേഹിക്കരുതെന്ന്. കാരണം നമ്മളിപ്പോൾ ഒരാൾ ജെനുവിനായിട്ട് സ്നേഹിച്ചാൽ ചിലപ്പോൾ നമ്മളെ വിട്ടു പോകുന്നു. അതുപോലെ ഈ ഒരു പ്രണയം നഷ്ടപ്പെട്ടായിരിക്കും പിന്നെ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. ചിലർക്ക് അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലർക്ക് ഇതുപോലെ ലവ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി മറ്റ് ലവിനോട് തന്നെ ഇൻട്രസ്റ്റ് തോന്നാതെ സ്വന്തം കാര്യം നോക്കാനും പ്രാപ്തിപ്പെടുന്ന വെച്ചാൽ ലൈക്ക് ആ ഒരു സെൽഫ് ആയിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കും. പക്ഷെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. കാരണം നമ്മളൊരാളെ ജെന്യൂനായിട്ട് സ്നേഹിച്ച ആൾ നമ്മളെ കൂടെ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആള് നമ്മളിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത് അത് മേ ബി ഡിപ്രഷനിലോട്ടേക്ക്, അങ്ങനെ എൻസൈറ്റി, അതുപോലെ കുറെ മാനസികമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ടേക്ക് ഇതാക്കാനും ASR അതൊക്കെ കുറെ ഡിസോർഡേഴ്സിൽ കൊണ്ടെത്തിക്കാനും പറ്റും. സോ ഇതാണ് ഈ ഒരു ലോസ്റ്റ് ലവിന്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. സോ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ആയ പെർസ്പെക്റ്റീവ്, സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള പെർസ്പെക്റ്റീവ്. ഇനിയാണ് ബയോളജിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു പ്രണയം എങ്ങനെയാണ് നമ്മളെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യാനുള്ളത്? സോ ഞാനൊരു കാര്യം പറയാം. ഈ പ്രണയം എന്നത് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ലവ് എന്നതൊരു വികാരമല്ല, അത് നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അത് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മളുടെ ഒരു ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള
ഈ നമ്മുടെ തലച്ചോറിൽ പെടുന്ന ഡോപ്പമൈൻ ഓക്സിറ്റോക്സിൻ വലിയ രീതിയിൽ തന്നെ ഉൽപാദനപ്പെടും. ഈ ഡോപ്പമൈൻ ഓക്സിറ്റോക്സിൻ ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഫീൽ ഗുഡ് ഹോർമോൺ. എന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ചോക്ലേറ്റ് തിന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റ് തിന്നുന്ന സമയം ഒരു തരത്തിലുള്ള ഹാപ്പിനെസ് കിട്ടില്ല. അതുപോലെ തന്നെ ലവ് ഇതൊരു തരത്തിലുള്ള ലഹരിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രണയം എന്നതൊരു ലഹരിയാണ്. അതുപോലത്തെ ഒരു ലഹരിയാണ് ഈ ഒരു പ്രണയം എന്നത്. അത് ഉണ്ടാവുന്ന കാരണം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഡോപ്പമൈൻ്റെയോ ഓക്സിറ്റോക്സിൻ്റെയോ. എന്നാൽ ഈ ഒരു ഡോപ്പമൈൻ്റെ ഓക്സിറ്റോക്സിൻ ലെവൽ പെട്ടെന്ന് കുറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലവ് അല്ലെങ്കിൽ ഒരു പ്രണയം പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ടിൽ തന്നെ ഡ്രോപ്പ് ആവും, സഡൻ ഡ്രോപ്പ് ആവുക. അതിനാണ് വിത്രോവൽ സിൻഡ്രോം എന്ന് പറയും. ഈ ഒരു വിത്രോവൽ സിൻഡ്രോം എന്നത് നമുക്ക് ആ ഒരു പ്രണയ ആകർഷണം കുറവാകും, അല്ലെങ്കിൽ നമുക്കത് ഫിസിക്കലി തന്നെ എഫക്റ്റ് ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഫിസിക്കലി എഫക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് തലവേദനയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത് ഈ ഒരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പ്രണയം എന്നത് ഒരു ടൈപ്പ് ഓഫ് ലഹരി പോലെയാണ്. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷവും. പിന്നീട് ഒരു പെർസ്പെക്റ്റീവ് ആണ് റൈറ്റ് പേഴ്സൺ ബട്ട് റോങ് ടൈം. നിങ്ങളിത് അത് കേട്ടൊരു സംഭവമാണ്. കുറെ റീൽസിലായാലും അല്ലെങ്കിൽ മൂവീസിലായാലും സീരീസിലായാലും കേൾക്കുന്ന സംഭവമാണ് റൈറ്റ് പേഴ്സൺ ബട്ട് റോങ് ടൈം. ചിലപ്പോൾ ഇത് മേ ബി ഒരു സിറ്റുവേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം കൊണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാവാം, അല്ലെങ്കിൽ സെയിം ജെൻഡർ കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിന്. നമ്മളിപ്പോൾ ഈ റൈറ്റ് പേഴ്സൺ റോങ് ടൈം എന്നത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് സ്നേഹിക്കും. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നല്ല രീതിയിൽ സ്നേഹിക്കും. പക്ഷേ ചിലപ്പോൾ അവർ രണ്ടാളും ജെൻഡർ സെയിം ആയിരിക്കും, ചിലപ്പോൾ അവർ രണ്ടാളും മതം വേറെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്നിൽ നിന്നും മൊയ്തീൻ പറഞ്ഞൊരു സിനിമ, അത് ഇത് ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള സിനിമ. റൈറ്റ് പേഴ്സൺ ബട്ട് റോങ് ടൈം. കറക്റ്റ് ആളായിരിക്കും, പക്ഷെ വേറെ തെറ്റായിട്ടുള്ള സമയത്തായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ കയറുക. ചിലർ അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കയറി വരാം. അതാണ് റൈറ്റ് പേഴ്സൺ ബട്ട് റോങ്. ഇതെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ അത് സ്കൂളിൽ വെച്ചാൽ ലൈക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കുക, അതും വിത്ത് കൺസെൻറ്റോട് കൂടി രണ്ടുപേരും സ്നേഹിക്കുക. ബട്ട് അവസാനം എന്താ സംഭവിക്കുക? പിരിഞ്ഞോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാർ ഫോഴ്സ് ചെയ്ത് പിരിപ്പിക്കണതാണ്. വീട്ടുകാർ അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട്, അല്ലെങ്കിൽ മതം കൊണ്ട്, അല്ലെങ്കിൽ ജാതി കൊണ്ട്, അങ്ങനെയൊക്കെ എത്ര പേര് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ഇത്ര പ്രണയങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഇപ്പോൾ എല്ലാവരും ആരും പറയാത്തൊരു സംഭവമാണ് ഇത്. ആക്ച്വലി നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറപ്പ് വരുന്ന ഒരു കാര്യമാണ് സെയിം ജെൻഡർ ലവ്. സോ ഒരു പെണ്ണ് പെണ്ണിനെ സ്നേഹിക്കുക, ഒരു ആണിനെ സ്നേഹിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ സിനിമ, അപ്പോൾ അത് റിയൽ ലൈഫിലുണ്ടോ അങ്ങനത്തെ ആൾക്കാർ? എടാ എല്ലാവരും പറയൂലല്ലോ ഒരാൾ അങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടടാ. എത്ര അങ്ങനത്തെ ആൾക്കാരുണ്ട്, എത്ര അങ്ങനത്തെ ആൾക്കാർ പ്രണയം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരാൾക്കും പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ലൈക്ക് ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിനെ, ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിനെ, ലെസ്ബിയൻ. പക്ഷെ അങ്ങനത്തുള്ള ആൾക്കാർക്ക് അവർക്ക് അങ്ങനെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ? എത്ര പ്രണയം. അത് പോട്ടെ, അത് രണ്ടും ഒരേ ജെൻഡർ ആയതുകൊണ്ടാണ് വിശ്വസിക്കുക. എത്ര ഈ ജാതിൻ്റെ പേരിൽ പ്രണയങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. മതം പോട്ടെ, ജാതിൻ്റെ പേരിൽ എത്ര പ്രണയം നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ എത്ര ജാതിൻ്റെ പേരിലായിരിക്കും ഓരോ പ്രണയവും പോയിട്ടുണ്ടാവുക. എത്ര അങ്ങനെ കുറേ. ഇത് കേരളത്തിൽ നോർമലൈസ് ചെയ്ത സംഭവമാണ്. ഒരു ഇന്ത്യയിൽ ഒരു പെണ്ണ് നാരായണ കുടുംബത്തിൽ, ഒരു പെണ്ണ് നമ്പൂതിരി, ഒരു ചെക്കൻ നമ്പൂതിരി കുടുംബം, അവരെന്താ വേറെ ജാതി. അങ്ങനെ എത്ര പ്രണയം പോയിട്ടുണ്ട്. മതത്തിന് പേരിൽ എത്ര പ്രണയങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇതാണ് റൈറ്റ് പേഴ്സൺ ബട്ട് റോങ് ടൈം. പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൺ സൈഡ് ലവ് അല്ലെങ്കിൽ അൺറിക്വറ്റഡ് ലവ്. സോ ഒരു വൺ സൈഡ് എത്ര ആൾക്കാർ ഈ വീഡിയോ കാണാൻ എത്ര ആൾക്കാർ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെക്കനെ വൺ സൈഡ് ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ഈവൻ ഞാനും അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ, വൺ സൈഡ് ആയിട്ട്. എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ തൻ്റെയുടെ ഒന്നില്ല നേരിട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യണം. ഞാൻ കുറേ ആൾക്കാരെ ഞാൻ സ്നേഹിച്ചിരിക്കണം വൺ സൈഡായിട്ട്. എനിക്ക് അങ്ങോട്ട് പോയ ആളുടെ അടുത്ത് ലവ് പറയാനൊന്നും കഴിയില്ല. എത്ര അങ്ങനത്തെ ആൾക്കാരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് വൺ സൈഡ്. ഈ വൺ സൈഡ് ലവ് ആണ് ഏറ്റവും ഹേർട്ടിങ് ആയിട്ടുള്ള സ്നേഹം. കാരണം നമുക്ക് ഉള്ളിൽ ആ ഒരു പ്രണയം സത്യമായിരിക്കും, നല്ല സത്യമായിട്ടുള്ള ഒരു പ്രണയമായിരിക്കും. പക്ഷെ അത് പറയാൻ നമുക്ക് കഴിയില്ല. ചിലപ്പോൾ നമ്മൾ വൺ സൈഡായി സ്നേഹിക്കുന്നത് ചിലപ്പോൾ വേറെ മതത്തിലുള്ള ഒരാളാവാം, അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളാകാം, അല്ലെങ്കിൽ നമ്മളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ഒരാളാകാം, ചിലപ്പോൾ വേണമെങ്കിൽ സെയിം ആയിട്ടുള്ള ജെൻഡറോടുള്ള ഒരാളോടാകാം.
അതുകൊണ്ട് പറയാൻ കഴിയൂല. പറഞ്ഞു കഴിഞ്ഞാൽ നാണം കേടുന്നുള്ള പേടി കൊണ്ട് ആയിരിക്കും ഓരോരുത്തരും പറയാം. പക്ഷെ എത്ര ആൾക്കാർ ഈ ഒരു വൺ സൈഡായി സ്നേഹിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ഈ കേരളത്തിൽ തന്നെ അല്ല, ലോകത്ത് ജീവിക്കുന്നുണ്ട്. വൺ സൈഡായിട്ട് ഒരു വ്യക്തിനെ സ്നേഹിച്ചിട്ട് ആ വ്യക്തിനെ മനസ്സിൽ കൊണ്ട് വെച്ചിട്ട് ഒരിക്കലും വേറൊരാളെ കല്യാണം പോലും കഴിക്കാതെ ആ വ്യക്തിനെ ആലോചിച്ചിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും കേരളത്തില്. ഇറ്റ്സ് മോസ്റ്റ് കുറെ ആൾക്കാർ പറയും വൺ സൈഡ് ആയിട്ടുള്ള ലവ് ഹേർട്ടിങ് ആയിട്ടുള്ള ലവ് ആണ്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ലവ് എന്ന് പ്രണയം അതിന്റെ ഡെഫിനേഷൻ അറിയണമെങ്കിൽ ഇതുപോലെ വൺ സൈഡായി സ്നേഹിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ മതി. അവര് പറയും എന്താണ് ഈ ഒരു പ്രണയം, പ്രണയം കൊണ്ട് എന്താ സംഭവിക്കുക, പ്രണയം എന്തിനാണ് അവർക്ക്, അത് ഡിഫൈൻ ചെയ്ത് പറയാം. ഇതുപോലെ വൺ സൈഡഡ് ആയിട്ട് ഒരാൾ സ്നേഹിച്ചു. പിന്നെ അടുത്തൊരു കാര്യമാണ് വൺ ദാറ്റ് ഗോ അവേ. സോ ഇതെന്താന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കും, എന്നാൽ പിന്നീട് നമ്മുടെ ആ ഒരു ചില തെറ്റായ തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ഇമ്മെച്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ കൈവിട്ടുപോയ പ്രണയം കുറെ വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയതിനു ശേഷം നമ്മൾ നല്ലൊരു ലൈഫ് സെറ്റിൽ ആയ ശേഷം പോലും നമ്മുടെ ലൈഫിൽ നല്ല സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പണ്ടത്തെ ആ ഒരു പ്രണയത്തിനെ കുറിച്ച് ആലോചിക്കും. കാരണം അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ ഒരു ആളോ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയേനെ, അന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തെങ്കിൽ എനിക്ക് ആളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയെന്നത് ചിന്തിക്കും. എന്ന് വെച്ചാൽ റിഗ്രറ്റ്. സോ ലൈക്ക് എനിക്ക് ഇത്ര പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ. ലൈക്ക് ഈ ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിനെ പറ്റി ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത് അധികം കിട്ടിയില്ല. സോ ഇത് ഞാൻ റിസർച്ച് ചെയ്യാതെ കുറച്ച് മാത്രം റിസർച്ച് ചെയ്തിട്ടാണ് ഞാനായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ പറയണത്. ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ഫസ്റ്റ് റിക്വസ്റ്റ് ആണ്. സോ ആ ഒരു ഫസ്റ്റ് റിക്വസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ ലൈക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, ക്ഷമിക്കണം. ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് കാരണം എൻ്റെ ഫോണിലാക്കി ബാറ്ററി ഇല്ല, ക്യാമറയൊന്നല്ലേ ഫോണിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ബാറ്ററീൻ്റെ കുറവുണ്ട്. സോ എന്തായാലും ഞാൻ വീഡിയോ ഇതുവരെ എടുത്തത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു, ഒരു നഷ്ടപ്പെട്ട പ്രണയം ഉണ്ടായിരുന്നു. സോ ആ ഒരു പ്രണയത്തിനെ പറ്റി നമുക്ക് സംസാരിച്ചാലോ. സോ വേണ്ടവർ കേൾക്കുക. ജസ്റ്റ് എൻ്റെ ഒരു കുറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത പ്രണയമായിരുന്നു. സോ ഇത് ഞാൻ ആരോടാണ്, ഇത് വ്യക്തിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഞാൻ വൺ സൈഡായിട്ട് സ്നേഹിച്ച ആ ഒരു വ്യക്തി ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അത് പ്രോബ്ലം ഇല്ല. കാരണം ആ വ്യക്തിനെ പറ്റി ഒന്നും വരെ ഞാൻ വ്യക്തി മാത്രം പറയുള്ളൂ, വ്യക്തി എന്ന് മാത്രം പറയുള്ളൂ. സോ ഇത് സംഭവിക്കുന്നത് 10th വെച്ചിട്ടാണ്, 10th ട്യൂഷനിൽ വെച്ചിട്ട്. സോ അറിയാമല്ലോ, 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ട്യൂഷനിൽ പിടിച്ചിട്ടും, അത് വേറെ കാര്യം, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണല്ലോ കേരളത്തിലെ. സോ ആ ഒരു സമയത്ത് എനിക്ക് ഒരു വ്യക്തിനോട് ക്രഷ് അടിച്ചു. ഞാൻ അവിടെ പോയ സമയത്ത് ആ ഒരു വ്യക്തിനോട് ക്രഷ്, പക്ഷെ ആക്ച്വലി എനിക്ക് ക്രഷ് അടിച്ചത് ആ ഒരു വ്യക്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ആ ഒരു വ്യക്തിനോട് ഫസ്റ്റ് ക്രഷ് അടിച്ചു, പക്ഷെ ആ ഒരു വ്യക്തി ഓൾറെഡി റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞപ്പോൾ ലൈക്ക് ആ ഒരു സമയത്ത് മുന്നേക്ക് വേറൊരാളോട് ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആ ഒരു ട്യൂഷൻ ഒഴിഞ്ഞിട്ട് പോലും ഞാൻ അവസാനം വരെ ആ ട്യൂഷനിൽ നിന്നിട്ടില്ല. കാരണം അവിടുത്തെ ടീച്ചേഴ്സ് നല്ല തങ്കപ്പെട്ട സ്വഭാവം ആയതുകൊണ്ട് ഞാൻ വേഗം ആ ഒരു ട്യൂഷൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഞാൻ ആ ഒരു വ്യക്തിനെ പറ്റി എപ്പോഴും ചിന്തിക്കും, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. ലൈക്ക് ആ ഒരു വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തി എന്നത് ഈസ് ലൈക്ക് ഒരു മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമാക്കുലേറ്റ്. ഐ റിയലി ലവ്. എനിക്ക് ആ ഒരു വ്യക്തിനകത്ത് മൈൻഡ് സെറ്റ് എനിക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി റിച്ച്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആ വ്യക്തിക്കുള്ള. പക്ഷെ ഒരിക്കലും ആ വ്യക്തി എനിക്ക് കിട്ടൂല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ മനസ്സിനോട് അത് പറയാൻ പറ്റില്ലായിരുന്നു. ലൈക്ക് ഞാൻ ആ ഒരു വ്യക്തിനായിട്ട് സംസാരിക്കലില്ല. അപ്പോൾ വേറെ കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ സം ടൈം ലൈക്ക് ആ ഒരു വ്യക്തിനെ നോക്കുന്ന സമയത്ത് പോലും എനിക്ക് എന്തോ ഒരു തരത്തിലുള്ള ലൈക്ക് എവിടെയോ ലൈക്ക് ലവ് ആൻഡ് സാഡ്നെസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫീലിംഗ് എനിക്ക്. സോ ഇതെങ്ങനെയാണ് എനിക്ക് പറയേണ്ടത്, എനിക്ക് സത്യമായി ആ വ്യക്തിനെ പറ്റി ഇപ്പോൾ ആലോചിക്കാൻ താല്പര്യമില്ല. ബട്ട് പണ്ട് എനിക്ക് ലൈക്ക് ഒരു ലവ് അല്ല, ഒരു ഒബ്സഷൻ പോലെ എനിക്ക് ആ ഒരു വ്യക്തിയെ പണ്ട് കാണുന്ന സമയത്ത്. സോ എനിക്ക് ഇത്ര പറയാനുള്ളൂ കേട്ടോ. സോ താങ്ക് യു വീഡിയോ. ഞാൻ ഇനി മുതൽ മൈൻഡ് സെറ്റിൻ്റെ വീഡിയോസോ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് സെറ്റ് എലവേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ മലയാളത്തിൽ മൈൻഡ് സെറ്റ് വീഡിയോസ് ഇടും. ഒരു സീരീസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഞാൻ ഇടാം. എങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള പേഴ്സൻ്റെ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ബ്രെയിൻ ആയിട്ടുള്ള വ്യക്തിയുടെ മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെ. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ മൈൻഡ് സെറ്റ് വീഡിയോസ് ഇടുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. സോ ഇറ്റ്സ് മീ അഗെയിൻ സാമുൽ ജേക്കബ്സ്.